ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ നമ്മളോട് MBA എന്നുള്ളൊരു ഓപ്ഷനെ പറ്റി ഇങ്ങനെ പലപ്പോഴായി ചോദിക്കാറുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വെച്ചത്. അപ്പം MBA ഫ്രാൻസിൽ നിങ്ങൾ ചെയ്യാനാണ് എങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പായിട്ടുള്ള സ്കൂൾസ് എല്ലാം മിനിമം 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്കൂളിലാണ് പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ മിനിമം നിങ്ങൾക്ക് 3 ഇയേഴ്സ് പ്ലസ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ. പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളിത് പറയാറുണ്ട്, ടോപ്പായിട്ടുള്ള സ്കൂളിൽ പോകണമെങ്കിൽ ഇതാണ് ക്രൈറ്റീരിയ എന്നുള്ളത്. എന്നാൽ പല യൂണിവേഴ്സിറ്റീസ് ചില സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില സ്കൂൾസ് ഉണ്ട്. ആ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ അവിടെ എടുക്കാവുന്നതാണ്. പക്ഷേ ആ തരത്തിലുള്ള കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റാങ്കിങ്സും മറ്റു കാര്യങ്ങളും വളരെ കുറവായിരിക്കും. നിങ്ങളുടെ ഇൻറ്റൻഷൻ ജസ്റ്റ് മനസ്സിലേക്കൊക്കെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്. പിന്നീട് MBA എന്ന് പറഞ്ഞ കോഴ്സ് ചില കോളേജുകളിൽ ജനറലായിട്ടുള്ള MBAs ആണ്, കൂടുതലും അവിടെ എക്സിക്യൂട്ടീവ് MBAs ആണ് ഫ്രാൻസിലുള്ളത്. അത് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക്, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് MBA ചെയ്യാൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നത് മെയിനായിട്ട്. അതിൽ നാട്ടിലെ പോലെ 2 ഇയേഴ്സ് അല്ല, പല MBAകളും 1 ഇയർ മാത്രമാണുള്ളത്, എക്സിക്യൂട്ടീവ് MBAs. അപ്പോൾ നിങ്ങൾ MBA ചെയ്യുന്നവർ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ടോപ്പ് സ്കൂളിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ള സ്കൂൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഈ MBA ചെയ്യണമെങ്കിൽ പല കോളേജുകളിലും ഫീസും അല്പം കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ MSc ഒക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ MBAക്ക് കൂടുതൽ ഫീസായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീസിൻ്റെ ഒരു കാര്യത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ ഏർലി ബേർഡ് സ്കോളർഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുക. പ്രത്യേകമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ, പല സ്കൂളുകളും ഏർലി ബേർഡ് സ്കോളർഷിപ്പിനൊപ്പം തന്നെ അവർ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കോളേജ് ഓറഞ്ച് ബിസിനസ് സ്കൂളിൽ MBAയുടെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 35,000 euros ആണ്. പക്ഷേ അവർ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അപ് ടു 31 ജനുവരി, ഏകദേശം 50% വരെ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അക്കാഡമിക്സും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15,000 euros നിങ്ങൾക്ക് ആ MBA ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ 31 ജനുവരിക്ക് ശേഷം ഇത് കിട്ടുന്നതല്ല. പിന്നീട് നിങ്ങൾ 35,000 35 ലക്ഷം രൂപയോളം ഫുൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം ചില സ്കൂൾസിലൊക്കെ ഈ ഏർലി ബേർഡ് അതോടൊപ്പം തന്നെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി ആ കോളേജുകൾക്ക് പ്രയോറിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ കോളേജുകളും അത് കൊടുക്കുന്നില്ല, ലിമിറ്റഡ് പീരീഡിലായിരിക്കും ആ ഓഫറുകളുള്ളത്. അത് നിങ്ങൾ കൃത്യമായി നോക്കി അങ്ങനെയുള്ള സ്കൂൾസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒഡൻസി, അതോടൊപ്പം തന്നെ കെഡ്ജ്, അതോടൊപ്പം തന്നെ EMLV കെഡ്ജിനെക്കാട്ടിലും ഒഡൻസിക്കാട്ടിലും റാങ്കിങ്ങിൽ കുറച്ച് താഴെയാണ്. എന്നാൽ പോലും അവിടെയൊക്കെ ചില കോളേജുകളിൽ ഈ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം, പ്രത്യേകമായിട്ട് MBAക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് കോഴ്സിന് എവിടെ ജോയിൻ ചെയ്യുന്നതെന്നല്ല, നിങ്ങളിപ്പോൾ 30-50 ലക്ഷം രൂപ പഠിച്ചെന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ലാംഗ്വേജും മറ്റ് എബിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യൂറോപ്പിലൊരു ജോലി ലഭിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ അപ്പോൾ നിങ്ങൾ ഫ്രാൻസിലേക്ക് വരുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും പറയാനുള്ള കാര്യം തന്നെ, ഫ്രഞ്ച് മാക്സിമം ലെവലിൽ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ വരിക, പഠിക്കുക, തിരിച്ച് ഇന്ത്യയിൽ പോകുക, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോകുക എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങൾ ലോങ് ടേമിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഫ്രഞ്ച് മാൻഡേറ്ററി ആണ്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് സ്റ്റുഡൻസിനോടൊപ്പം വേറെ ആരൊക്കെയോ പറഞ്ഞിരുന്നു, കുഴപ്പമില്ല ഫ്രഞ്ച് ഇല്ലാതെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളെല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേര് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, ഫ്രാൻസിൽ ഫ്രഞ്ച് വേണം, പോയാൽ കഷ്ടപ്പാടാണെന്ന്. ഈ പോയ വിദ്യാർത്ഥികൾക്കെല്ലാം കൃത്യമായിട്ട് ഫ്രഞ്ച് വേണമെന്ന് അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ 100-ൽ 98% ആളുകൾ ഇത് പഠിച്ചിട്ട് പോകില്ല. ഇപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളിപ്പോൾ ജർമ്മനിയാണ് അല്ലെങ്കിൽ നെതർലാൻഡ്സാണ്, ഏത് രാജ്യത്തിനും ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാത്ത ഏത് രാജ്യത്ത് പോയാലും ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലോങ് ടേമിൽ ചെയ്യുക, നിങ്ങൾക്ക് PR സിറ്റിസൺഷിപ്പ് ഇതിനെല്ലാം അത് ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രത്തോളം സ്കില്ലുണ്ടായിരിക്കും. ഇപ്പോൾ നല്ല സ്കില്ലാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ്, നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഐലൻഡിലേക്ക് ഡയറക്റ്റ് കോഴ്സ് കഴിഞ്ഞ് കയറാൻ പറ്റുന്നതാണ്. അതിനകത്ത് ചിലപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീമിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നിരിക്കും. പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്കൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യുക. ഏർലി ബേർഡ് സ്കോളർഷിപ്സ് ഒക്കെ എൻഡ് ആവും 31 ആകുമ്പോഴത്തേനും. അതോടൊപ്പം തന്നെ MBA പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും പലയിടത്തെ MBAയും ഫീസ് അത്യാവശ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ MBAസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്ന ഫ്രീ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പം STEM കോഴ്സൊക്കെ ആണെങ്കിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പരീക്ഷാക്കിലൊക്കെ 250 euros മുതലുണ്ട്. പക്ഷേ അത് നിങ്ങളൊരു മാനേജ്മെൻറ്റ് തലത്തിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് 250 euros കിട്ടാൻ വളരെ കുറവായിരിക്കും. കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലുള്ളത്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് തരത്തിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊന്നും ഈ ട്രിപ്പിൾ അക്രഡിറ്റേഷൻസ് ഒന്നും ഇല്ല മിക്കവാറും ഉള്ളതിനും. അപ്പോൾ നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് പഠിക്കാനാണെങ്കിൽ കൂടുതലും
ബിസിനസ് സ്കൂൾസിൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ നിങ്ങൾ സ്റ്റെം കോഴ്സൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുക. എല്ലാ ഇൻഫർമേഷനും ക്യാമ്പസ് ഫാൻസിൻ്റെ വെബ്സൈറ്റിലുണ്ട്. യു ക്യാൻ ഡു ദാറ്റ് തിങ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഓർ ബിസിനസ് സ്കൂൾസിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അഡ്മിഷൻ റിഗാർഡിങ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വി ക്യാൻ ഹെൽപ്പ് യു. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. സോ ഈ സെപ്റ്റംബറിലേക്ക് നോക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.